ഇസ്രായേൽ ഇറാൻ യുദ്ധം ലോകത്തെ മൊത്തം ബാധിക്കുമെന്ന് പറയാൻ കാരണങ്ങൾ പലതാണ്. ലോകത്തെ പ്രധാന ഊർജ്ജ ശക്തിയാണ് ഇറാൻ. സ്വാഭാവികമായും ഇറാന് നേരെ നടക്കുന്ന ഓരോ ആക്രമണവും എണ്ണവാതക മേഖലകളെയും ബാധിക്കും. അവിടെ നിന്നുള്ള കയറ്റുമതിയും മറ്റും തകിടം മറിയാൻ ഇടയാക്കും. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാന്റെ വാതക കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെയാണ് ഇത് സംബന്ധിച്ച ചർച്ച ഉയർന്നത്. ഊർജ്ജ രംഗത്ത് വലിയ ശക്തിയാണെങ്കിലും ഇറാന്റെ എണ്ണയും വാതകവും വിപണിയിൽ ഔദ്യോഗികമായി എത്തുന്നത് കുറവാണ്. അമേരിക്ക 1979 മുതൽ തുടരുന്ന ഉപരോധമാണ് കാരണം. എങ്കിലും സൗഹൃദ രാജ്യങ്ങളായ ചൈന, റഷ്യ എന്നിവർ ഇറാന്റെ എണ്ണ യഥേഷ്ടം വാങ്ങിക്കൂട്ടുന്നുണ്ടത്രേ. അതിനിടെയാണ് ഇറാന്റെ വാതക കേന്ദ്രത്തിൽ ഇസ്രായേലിന്റെ മിസൈൽ പതിച്ചത്. ഇതാകട്ടെ ഖത്തറുമായി അതിർത്തി പങ്കിടുന്ന വാതക മേഖലയുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകമുള്ള രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇറാൻ. എണ്ണ സംഭരണത്തിൽ 3ാം സ്ഥാനവും. 157 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇറാനിലുണ്ട്. പശ്ചിമേഷ്യയിലെ മൊത്തം എണ്ണയുടെ 24%, ലോകത്തെ മൊത്തം എണ്ണയുടെ 12% വരുമിത്. എന്നാൽ എണ്ണയുടെയും വാതകത്തിന്റെയും ഉൽപാദനത്തിൽ ഇറാൻ അല്പം പിന്നിലാണ്. ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിൽ ഇറാൻ 9ാം സ്ഥാനത്താണ്. എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് അംഗങ്ങളിൽ 4ാം സ്ഥാനത്തും. ഓരോ ദിവസവും 33 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ദിവസവും 20 ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നു. സൗദി അറേബ്യ, UAE എന്നീ GCC രാജ്യങ്ങൾക്ക് പിന്നിലാണ് എണ്ണ ഉൽപാദനത്തിൽ ഇറാന്റെ സ്ഥാനം. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. സൗദി അറേബ്യ, റഷ്യ, കാനഡ, ചൈന, ഇറാഖ്, ബ്രസീൽ, UAE, ഇറാൻ, കുവൈത്ത് എന്നിവരാണ് ആദ്യ 10 രാജ്യങ്ങളുടെ പട്ടികയിലുള്ളത്. അമേരിക്കൻ ഉപരോധവും വിദേശ നിക്ഷേപം ലഭിക്കാത്തതുമാണ് ഇറാന്റെ എണ്ണ ഉൽപാദനം വളരെ പിന്നിലാകാൻ കാരണം. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം 7% എണ്ണവില വർദ്ധിച്ചത്. 1200 ലക്ഷം ക്യൂബിക് അടി വാതകമാണ് ഇറാനിലുള്ളത്. ലോകത്ത് മൊത്തമുള്ളതിന്റെ 16% വാതകം ഇറാനിലാണ്. ഒപെക് രാജ്യങ്ങളിൽ മൊത്തമുള്ളതിന്റെ 45% ഇറാനിലാണ്. എന്നാൽ ലോകത്ത് കൂടുതൽ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയാണ്. റഷ്യ, ഇറാൻ, ചൈന, കാനഡ, ഖത്തർ, ഓസ്ട്രേലിയ, നോർവേ, സൗദി അറേബ്യ, അൾജീരിയ എന്നീ രാജ്യങ്ങളാണ് ആദ്യ 10ലുള്ള മറ്റു രാജ്യങ്ങൾ. ഇറാനിൽ കൂടുതൽ വാതകമുള്ളത് സൗത്ത് പാർസ് പാടത്താണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ പാടത്തിന്റെ മറ്റൊരറ്റം ഖത്തറിനോട് ചേർന്നാണ്. ഖത്തറിൽ നോർത്ത് ഡോം എന്നാണ് ഈ മേഖല അറിയപ്പെടുക. ഇസ്രായേൽ നടത്തിയ ആക്രമണം തങ്ങളുടെ വാതക ഉൽപാദനത്തെയും കയറ്റുമതിയെയും ബാധിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഖത്തർ വ്യക്തമാക്കിയത്. അമേരിക്ക, ഇറാൻ എന്നിവരുമായി ചർച്ച നടത്തി വരികയാണെന്നും ആക്രമണം നിർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ലോകം മൊത്തം നേരിടേണ്ടി വരുമെന്നും ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. ഇസ്രായേൽ ഇറാന്റെ എണ്ണവാതക മേഖല ആക്രമിച്ചാൽ ഉൽപാദനവും വിതരണവും തടസ്സപ്പെടും. ഇത് ക്രൂഡ് വാതക വില ഉയരാൻ കാരണമാകും. മാത്രമല്ല, ഇറാൻ അതിർത്തിയിലെ ഹോർമുസ് കടലെടുപ്പ് വഴിയുള്ള ചരക്കുകടത്തും തടസ്സപ്പെടും. ഇത് ലോക വ്യാപാരം തകിടം മറിക്കും.